സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടോ? മനസ്സിന് അസ്വസ്ഥതകളുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഞാനൊരു നല്ല മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സ്കന്ദഷഷ്ടി കവചം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് കേൾക്കൂ. ഹെഡ്സെറ്റ് രണ്ടും എടുത്ത് ചെവി വെക്കുക. എന്നിട്ട് ഉയർന്ന ശബ്ദത്തോടു കൂടി ഈ സ്കന്ദഷഷ്ടി കവചം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ഒന്ന് കേട്ടു നോക്കൂ. വൈകിട്ടെന്ന് പറയുന്നത് കിടക്കാൻ നേരം. നമ്മൾ വേറെ റീലൊന്നും കാണാതെ ഫോൺ മാറ്റി വെച്ചിട്ട് ഈ സ്കന്ദഷഷ്ടി കവചം ആരുടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ഞാൻ സൂര്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയാണ് കേൾക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിത്രാമ്മയുടെയും കേൾക്കാം. സൂര്യ എന്ന് പറയുന്ന കുട്ടികളുടെ കേൾക്കുമ്പോൾ പ്രത്യേക ഒരു പവറാണ് കേട്ടോ. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെയാണെങ്കിൽ അത് കേൾക്കാം. പിന്നെ ജപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജപിക്കുക. നിങ്ങളുടെ ആ ട്യൂണിനനുസരിച്ച് ജപിക്കുമ്പോൾ ഭഗവാൻ അടുത്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ജപിക്കുക. മനസ്സിൽ ഭഗവാന്റെ രൂപം കാണുക, പുസ്തകത്തിലും രൂപം കാണുക. അങ്ങനെ കണ്ടു വേണം നമ്മൾ ജപിക്കാൻ. ഉറപ്പായിട്ടും നിങ്ങളുടെ മാനസിക അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ പോകുന്നതായിരിക്കും. അത് 100% ഉറപ്പാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്നേ ഉള്ളൂ.